എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ തങ്കമണി, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ കേരള ഒഫീഷ്യൽ കളക്ഷനാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ജനപ്രിയ നായകൻ ദിലീപിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ തങ്കമണി. ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ തങ്കമണിക്ക് ആവറേജ്, ബിലോ ആവറേജ് അഭിപ്രായങ്ങളായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ ദിനം കേരളത്തിലെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷൻ പുറത്തു വരുമ്പോൾ നാം പ്രതീക്ഷിച്ചുള്ള ചിത്രം 1 കോടി രൂപ ടച്ച് ചെയ്തിട്ടില്ല. ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 95 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. നിലവിൽ വമ്പൻ ഹൈപ്പോടെ പ്രമോഷനോടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത തങ്കമണി എന്ന സിനിമയ്ക്ക് അത്ര നല്ല തുടക്കമല്ല കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു ഫിഗർ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 1 കോടി 1.5 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ, അതായത് ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലത്തേക്കാൾ ട്രാക്കിംഗ് കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ 45 ലക്ഷം രൂപ എന്ന ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനെങ്കിൽ ഇന്ന് ഒരു അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാം ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 1 കോടി 20 ലക്ഷത്തിനടുത്ത് രൂപ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി. അടുത്ത സിനിമ ഫെബ്രുവരി മാസം 9 തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ കോമഡി റൊമാന്റിക് മൂവിയാണല്ലോ പ്രേമലു. നിലവിൽ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും 29 ദിവസം പിന്നിടുന്ന പ്രേമലു എന്ന സിനിമ ചിത്രത്തിന്റെ 28 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷൻ പുറത്തു വരുമ്പോൾ ചിത്രം 28 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 47 കോടി 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി ചിത്രത്തിന് വെറും 1.5 കോടി രൂപ മാത്രം മതി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി കടക്കാൻ. അത് ഈ ആഴ്ചയോടുകൂടി തന്നെ ചിത്രം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇന്ന് ചിത്രത്തിന്റെ തെലുങ്ക് ഡബ്ഡ് വേർഷനെല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയിരിക്കുകയാണ്. ഗംഭീരമായിട്ടൊരു ബുക്കിംഗ്, പ്രത്യേകിച്ച് ഹൈദരാബാദ് ഭാഗങ്ങളിലെല്ലാം തന്നെ ചിത്രത്തിന് ഗംഭീരമായ ഒരു ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 28 ദിവസം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ചിത്രം ലോകമെമ്പാട് നിന്നും 28 ദിവസം കൊണ്ട് 89 കോടി 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോട് കൂടി തന്നെ ചിത്രം 90 കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്നതാണ്. ചിത്രം എത്രയും പെട്ടെന്ന് തന്നെ 100 കോടി ക്ലബിൽ കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി. അടുത്ത സിനിമ ഫെബ്രുവരി മാസം 22 തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സർവൈവർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. നിലവിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ വമ്പൻ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ കൂടിയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള കളക്ഷനും തമിഴ്നാട് കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും പുറത്തു വരുമ്പോൾ ആദ്യമേ തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 15 ദിവസം പിന്നിടുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ 15 ദിവസം കൊണ്ട് ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 25 കോടി 50 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ആദ്യ വാരം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടി 50 ലക്ഷം രൂപ നേടിയ സിനിമ രണ്ടാം വാരം 21 കോടി 70 ലക്ഷം രൂപയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത്. അങ്ങനെ 2 ആഴ്ച കൊണ്ട് ചിത്രം 25 കോടി 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40 കോടിയിലേക്ക് എത്തപ്പെടുന്ന സിനിമ 15 ദിവസം കൊണ്ട് ചിത്രം ലോകമെമ്പാട് നിന്നും 123 കോടിയിലേക്ക് ചിത്രം എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ കൃത്യമായിട്ടൊരു ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കളക്ഷനാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എങ്ങനെ നോക്കുകയാണെങ്കിൽ വമ്പൻ തരംഗമായി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കൂ. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.